പുക വരണമെങ്കിൽ ഒന്നുകിൽ തീ കത്തണം, അല്ലെങ്കിൽ തീ അണയ്ക്കണം, എന്തെങ്കിലും ഇല്ലാതെ. ഒരു വ്യക്തി അങ്ങനെ പെട്ടെന്ന് ഒരു കേസ് വരുന്നു, പെട്ടെന്ന് മുങ്ങുന്നു, അദ്ദേഹത്തെ കുറെ നാളായിട്ട് പുറത്ത് കാണുന്നില്ല. അപ്പോൾ ഈ കടന്നു വന്ന വഴികളിൽ എവിടെയൊക്കെയാണ് കണ്ടുമുട്ടിയതായിരിക്കാം ഇവര്. പക്ഷേ പ്രശസ്തിയുടെ കൊടുമുടിയിൽ കയറിയപ്പോഴത്തേക്കാണ് നോ പറയേണ്ടടുത്ത് നോ പറയുക. അപ്പൊ പിന്നെ വേറെ വിഷയങ്ങൾ വരില്ല. അതിൽ നമ്മൾ ചർച്ചകൾ നടത്തുമ്പോഴത്തേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് നമ്മുടെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അതെ, അപ്പൊ അത് നമുക്ക് ഒരിക്കൽ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്, അല്ലെങ്കിൽ നമ്മൾ പബ്ലിക് ഒപ്പീനിയൻ അങ്ങനെയൊക്കെ എടുത്തതാണ്. പക്ഷെ അത് വീണ്ടും ചർച്ചയിലേക്ക് വരാൻ കാരണം ആ പ്രശ്നങ്ങൾ വീണ്ടും ശക്തമായ രീതിയിൽ വേടനുള്ള ജനപ്രീതി നമുക്ക് എല്ലാവർക്കും അതെ അത് മുന്നോട്ട് വരുമ്പോഴാണ് നമ്മൾ ചെറിയൊരു വിഷയം ഉണ്ടായാൽ പോലും, വേടനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയ പരാമർശം ഉണ്ടായാൽ പോലും സമൂഹം ഏറ്റെടുക്കുകയാണ്, ഏറ്റെടുത്ത് അത് വലിയ വിഷയമാക്കുകയാണ്. അപ്പം നമ്മളും അത്തരം ഒരു ചർച്ചയിലേക്കാണ് ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, ഒരു യുവ ഡോക്ടർ വേടനെതിരെ കൊടുത്ത ഒരു പരാതിയുണ്ട്. ആ പരാതിയുടെ ഹിയറിങ്ങുമായിട്ട്, അതായത് മറ്റുള്ള വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 2-3 ദിവസമായിട്ട് നമ്മുടെ വേടൻ കോടതിയിൽ കയറി ഇറങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും മാധ്യമക്കാരോട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേസ് കോടതിയിലെ പരിഗണനയിലിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെ ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങളൊന്നും പുറത്ത് പറയരുത് എന്നൊക്കെയാണ് വേടൻ പറയുന്നത്. കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ, നിങ്ങൾക്ക് സത്യസന്ധമായ. ചേച്ചിക്ക് എന്തോന്നു ചേച്ചി, വേടൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും? ഞാൻ ചോദിക്കട്ടെ, പുക വരണമെങ്കിൽ ഒന്നുകിൽ തീ കത്തണം, അല്ലെങ്കിൽ തീ അണയ്ക്കണം, എന്തെങ്കിലും ഇല്ലാതെ പുക വരത്തില്ല എന്നുള്ളതാണ്. എന്തെങ്കിലും നടക്കുക. ഇപ്പോൾ ഇത് രണ്ട് പക്ഷവും നമുക്ക് പറയാം. ഈ നല്ല സുഹൃത്തുക്കളായിരിക്കുമ്പോഴത്തേക്ക് അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വലിയൊരു കാര്യം നടന്നിട്ട് അതിന് രണ്ടാമത് സുഹൃത്ത് ബന്ധം മാറുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ മാറുമ്പോൾ അതിനൊരു വലിയൊരു വിഷയമായിട്ട് പബ്ലിക്കിലോട്ട് കൊണ്ടുവന്ന് ആ വ്യക്തിയെ ഹത്യ ചെയ്യുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. വേടൻ പറഞ്ഞത് തന്നെയാണ്, ഞങ്ങൾ പബ്ലിക് ഒപ്പീനിയൻ പലതവണ വേടന്റെ കേസിൽ എടുത്തപ്പോഴും ജനങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ പണ്ടെങ്ങാണ്ട് നടന്നൊരു സംഭവം അവനൊന്ന് പോപ്പുലറായി കഴിഞ്ഞപ്പോൾ മാത്രം പറയുന്നതിന് പിന്നിലെ മാത്രമല്ല പറയുന്നത്. ശരിക്കും ഇപ്പോ ലേഡീസ്, ഇപ്പോ സ്ത്രീകൾക്കാണ് സമയത്ത് എത്രയധികം കേസ് വന്നു എന്ന് നമ്മൾ സ്ത്രീകൾക്ക് മുൻഗണന കഴിഞ്ഞതിന് നടന്ന കേസുകളാണ്. അത് ഒരു സംഭവം വരുമ്പോ മാത്രം കുത്തിപ്പൊക്കേണ്ടതല്ല. ഞാൻ അതാ പറഞ്ഞത്, ചേച്ചിക്ക് അല്ലെങ്കിൽ എനിക്കൊരു ബാഡ് അനുഭവം ഉണ്ടായി, നമ്മൾ ആ സമയത്ത് പറയുക. അതെ, അല്ല ഇത് ചെയ്തത് തെറ്റാണെന്നല്ല, അവര് ചെയ്തത് തെറ്റല്ല ശരിയാണ് എന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്, തെറ്റൊന്നും അല്ല ഇത് പറയുന്നത്. ഇപ്പോൾ അതിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ സംഭവങ്ങളെന്നല്ല, ഇപ്പോൾ വേടനെ മാത്രമല്ല, ഏതൊരാണിനെയാണെങ്കിലും പെണ്ണിനെയാണെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം 10 വർഷത്തിന് മുമ്പ് നടന്നു, അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ വ്യക്തിയോട് വിരോധം വന്നു, ഞാൻ ഉടനെ ആ ഒരു കേസെടുത്ത്, അതിനോടൊന്നും യോജിപ്പൊന്നുമില്ല. സ്ത്രീകൾക്ക് മുൻഗണനയൊക്കെ തന്നെയാണ്. എന്നാലും പുരുഷന്മാർക്കും സ്ത്രീകളും ഒക്കെ എല്ലാ കാര്യങ്ങളിലും ഒരുപോലെ തന്നെയാണ്. പുരുഷന്മാരായിരുന്നാലും സ്ത്രീകളായാലും പറയുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. അത് നല്ല രീതിയിൽ തീർച്ചയായിട്ടും മിസ്യൂസ് ചെയ്യുന്നവരും അത് നല്ല രീതിയിൽ കൊണ്ടുപോവുക, അതാണ് വേണ്ടത്. കാരണം നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഏത് സമയത്തും എല്ലാവർക്കും പ്രശ്നം. പക്ഷെ അതിനെ അതെ, അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ നിയമങ്ങളും നിയമവശങ്ങളും കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം തിരിച്ചു വരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേടനെതിരെ ഇങ്ങനെ പറഞ്ഞേക്കണം. അപ്പോൾ വേടൻ്റെ സഹോദരൻ ഇപ്പോൾ ഒരു അഭിപ്രായമായിട്ട് വന്നിട്ടുണ്ട്, എൻ്റെ ചേട്ടൻ അങ്ങനെ പ്രശ്നമൊന്നും ചെയ്തിട്ടില്ല, ചേട്ടൻ പ്രശസ്തിയിലോട്ട് കടന്നപ്പോഴത്തേക്ക് ചേട്ടനോടുള്ള വൈരാഗ്യം കൊണ്ടൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. അതിലേക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ചേച്ചി. ഇപ്പൊ എന്തെങ്കിലും ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ തീയില്ലാതെ എന്തായാലും എന്ത് കാണത്തില്ല, പുക വരത്തില്ല. മേ ബി തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. കാരണം വേടൻ തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്, വേടൻ ഒളിവിൽ പോകേണ്ട യാതൊരു ആവശ്യവും ഇല്ലായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് യുവ ഡോക്ടർ മാത്രമല്ല, അതിന് പിന്നാലെ 2 യുവതികൾ ഇതുപോലെ സെയിം പരാതിയുമായിട്ട് രംഗത്ത് വന്നിരുന്നു. അപ്പൊ വേടൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലാത്ത വ്യക്തി ആയിരുന്നെങ്കിൽ വേടന് ഇപ്പൊ പോലീസിൽ കീഴടങ്ങുന്നതിനോ എന്തായാലും ചോദ്യം ചെയ്യാൻ പോലീസ് ഒന്നും ചെയ്യില്ല എന്ന് നമുക്കറിയാം. കാരണം നമ്മുടെ ഇപ്പോഴത്തെ സർക്കാർ നമ്മുടെ വേടന്റെ കൂടെയാണെന്നുള്ളത് അത് പരമമായ സത്യമാണ്. അതെ, അപ്പൊ അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു.
സത്യസന്ധമായിട്ട് ഇപ്പൊ വേടന്റെ ഭാഗത്തായിരുന്നു സത്യം ഉണ്ടായിരുന്നതെങ്കിൽ വേടന് പോലീസിൽ കീഴടങ്ങാമായിരുന്നു. വേടന്റെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് പോയതാണ് എല്ലാവർക്കും ഒരു സംശയത്തിന്റെ നിഴല് വീണത്. നമുക്കായിരുന്നാലും ഇപ്പോ ഒരു വ്യക്തി അങ്ങനെ പെട്ടെന്ന് ഒരു കേസ് വരുന്നു, പെട്ടെന്ന് മുങ്ങുന്നു, അദ്ദേഹത്തെ കുറെ നാളായിട്ട് പുറത്ത് കാണുന്നില്ല, അപ്പോ സ്വാഭാവികമായിട്ടും എല്ലാവരുടെ ഉള്ളിൽ ഒരു സംശയം. ചെയ്തില്ലെങ്കിൽ ഒരു കാരണവശാലും ഒളിവിന് പോകേണ്ട നേരിട്ട് പറയാമായിരുന്നു. ഒളിവിൽ പോയിരുന്നിട്ട് തന്റെ കാമുകിയുമായിട്ടുള്ള ബർത്ത്ഡേയുടെ ഫോട്ടോസ് പുറത്തുവിടുന്നു, ഇത് അറിയുന്നില്ല. അതൊക്കെ നമ്മളെ ഭരണകൂടത്തെ വെല്ലുവിളിക്കുകയാണ്, ജനങ്ങളെ. ഇത് ജനങ്ങളെയാണ്, ഭരണകൂടത്തിനെ അല്ല. കാരണം ഭരണകൂടം പുള്ളിയുടെ കൂടെ സപ്പോർട്ടീവ് ആണെന്ന് എല്ലാവർക്കും അറിയാന്നുള്ളൂ. അപ്പൊ ജനങ്ങളെ വെല്ലുവിളിക്കാൻ, അതായത് ജനങ്ങളിലൂടെ സർക്കാരിനെ കാണിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും പറയുന്നത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഒരിടത്തും പോകുന്നില്ലല്ലോ. അപ്പം അതിൽ നിന്നും വേറെ ഒന്നും കൂടെ മനസ്സിലാക്കാം, ഭരണകൂടം ഭരണകൂടം കൂടെ തന്നെയാണ്. അല്ല, ഇതിൽ ഒന്ന് എനിക്ക് മനസ്സിലായ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ കൂടെ ഭരണകൂടം ഉണ്ട്, ഓക്കെ. പക്ഷെ ഇത് സാധാരണ ജനങ്ങളോട് കാണിച്ചു കൊടുക്കുകയാണ്, ഞാൻ എന്ത് ചെയ്തിരുന്നാലും എന്നെ ഒന്നും ആരും ചെയ്യില്ല. അപ്പൊ ഇത് ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യും? സാധാരണക്കാര് സർക്കാരിനെതിരാവും ഓട്ടോമാറ്റിക്കലി. അപ്പോൾ സാധാരണക്കാർ പറയും, കണ്ടോ സർക്കാർ ഇതാ ഇപ്പം നിങ്ങൾ പോലീസ് അന്വേഷിക്കുന്ന ആൾ ഇതായിരുന്നു കേക്ക് മുറിക്കുന്നുണ്ട്, കാമുകിയുമായിട്ടുള്ള ഫോട്ടോസൊക്കെ പങ്കുവെക്കുന്നുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് സർക്കാർ നിങ്ങൾക്ക് പോലീസ് പിടിച്ചിട്ട്? അപ്പോൾ സാധാരണ ജനങ്ങൾ സർക്കാരിനെതിരാവുകയാണ് ചെയ്യുന്നത്. ഒരു നോർമലി ഉള്ള വിഷയം അങ്ങനെയാണ് അല്ലേ? അപ്പോൾ അങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഒരു സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാക്കുന്നത്? തെറ്റ് ചെയ്തില്ല എങ്കിൽ നേരിട്ട് പത്രക്കാരെ അല്ലെങ്കിൽ നേരിട്ടാണെങ്കിലും പുള്ളിക്ക് പറയാം, ഞാനിത് ചെയ്തിട്ടുള്ള സംഭവമല്ല, ഇതെനിക്ക് അറിവില്ല. അങ്ങനെ പറയുമ്പോൾ 10 അല്ലെങ്കിൽ ഒരാളെങ്കിലും ഉറപ്പിച്ച് പറയും വേടൻ അത് ചെയ്തിട്ടില്ല. ഇതിപ്പോൾ ആർക്കും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. പിന്നെ ഇപ്പോൾ സഹോദരൻ പറയുന്നത് പോലെ അതൊരു ചിലപ്പോൾ ഒരു പക്ഷേ ശരിയായിരിക്കാം. പുള്ളി ഒന്നും അല്ലാതിരുന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ആണ് ഇങ്ങോട്ട് കടന്നു വന്നേക്കുന്നതൊക്കെ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കടന്നു വന്ന വഴികളിൽ എവിടെയൊക്കെയാണ് കണ്ടുമുട്ടിയതായിരിക്കാം ഇവർ. പക്ഷേ പ്രശസ്തിയുടെ കൊടുമുടിയിൽ കയറിയപ്പോഴത്തേക്കാണ് പുള്ളിക്ക് ഇത്തരത്തിലൊരു പരാതികൾ വരുന്നതെന്നാണ് സഹോദരൻ പറയുന്നത്. ഇതിനെതിരെ സഹോദരൻ കോടതിയിലും സ്റ്റേഷനിലും ഒക്കെ കേസും അത് ഇതൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞിരുന്നത് പോലെ പരസ്പര സമ്മതത്തോടെയാണ് ആ സമയത്ത് അത് ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് നമുക്ക് ഒരിക്കലും അത് ബലാത്സംഗമായിട്ടോ എങ്കിൽ പിന്നെ ഇന്നാളെ ഒരാൾ പറഞ്ഞതുപോലെ ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിക്കാൻ പറ്റൂല. കാരണം ഭാര്യയും ഭർത്താവും കല്യാണം കഴിയുമ്പോൾ അവർ ജീവിക്കുകയാണ് ചെയ്യുന്നത്. 2 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് ഇവർ എന്തെങ്കിലും കാര്യങ്ങളിൽ വേർപിരിയെ ഡിവോഴ്സ് ആവുകയോ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അന്ന് ഭാര്യയ്ക്ക് ഒരു പക്ഷേ പറയാം, എന്നെ ഭർത്താവ് പീഡിപ്പിച്ചു, അതാണ് 2 കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം പരസ്പര സമ്മതത്തോടു കൂടി അവർ പണ്ട് സ്നേഹിക്കുക കാര്യങ്ങൾ ഇതെല്ലാം ശരിയാണ്. ഞാനും ഒരു സ്ത്രീയാണ്, സ്ത്രീയെ മോശമായിട്ട് പറയുന്നത് ഒന്നുമല്ല. കാരണം സ്ത്രീകൾ പലപ്പോഴും നമുക്ക് അനുകൂലമായിട്ട് തന്നിട്ടുള്ള നിയമങ്ങളെ വേണ്ടാത്ത രീതിയിൽ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം അത് വേണ്ട. നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾ നമ്മുടെ സമ്മതത്തോടെ അല്ലാതെ നമ്മുടെ ശരീരത്തിൽ ഒരാളും തൊടത്തില്ല. നമുക്ക് നോ പറയാം, ഉറപ്പായിട്ടും. അത് ശക്തമായ ഭാഷയിൽ നമുക്ക് വേണ്ടിയിട്ട് നല്ല നല്ല നിയമങ്ങൾ ഉണ്ടല്ലോ. അതെ, എന്തായാലും സ്ത്രീ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുന്ന ഒരു, ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പബ്ലിക്കില് അതെ ബസ്സിൽ പോകുന്നുണ്ട്, ഒരാൾ അനാവശ്യമായിട്ട് ഒരു പെൺകുട്ടിയുടെ ദേഹത്തോട്ട് അവൾ ഉടൻ പ്രതികരിക്കുന്നുണ്ട്. ചില പെൺകുട്ടികൾ ഇല്ലേ, പ്രതികരിച്ച ആൾക്കാർ എന്തിനാ ഇങ്ങനെ? അപ്പൊ അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഒരാൾ നമുക്ക് അനാവശ്യം തിരിച്ച് പ്രതികരിക്കാം, അവിടെ പറയൂ. അത് ഓക്കെ ആണ്. ഫെയിമുള്ള ഒരു വ്യക്തി ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ സമ്മതം അല്ലാതെ ഇഷ്ടമല്ല എന്ന് തന്നെയാണ്. പണ്ടും പറയില്ലേ, നോ പറയേണ്ടടുത്ത് നോ പറയുക. അപ്പൊ പിന്നെ വേറെ വിഷയങ്ങൾ വരില്ല. അപ്പം അത് ചെയ്തില്ല, ഇപ്പം പോട്ടെ, അത് കഴിഞ്ഞു. പക്ഷേ ഇനി അതിനെ വീണ്ടും നുള്ളിപ്പറിച്ച് അതിനെ ഇതാക്കി ഒരു ഇതായിട്ട് കൊണ്ടുവന്ന് സമൂഹത്തിൽ കൊണ്ടുവരിക, സമൂഹത്തിന് സംസാരിക്കാനൊറ്റ ഒരു ഇടം നൽകുക. ഇപ്പോൾ വിഷയങ്ങളുണ്ട് അപ്പോഴും നിങ്ങൾ പ്രതികരിക്കൂ, അല്ലെങ്കിൽ അപ്പോഴും കേസിന് പോകൂ. എനിക്കിഷ്ടമല്ല അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമല്ലാതെയാണ് ഇങ്ങനെ ഒരു വിഷയം നടന്നത്, ഇതിനെതിരെ എന്താണെന്ന് വെച്ച് ആ സമയത്ത് തന്നെ നമ്മൾ പറയാനായിട്ട് തയ്യാറായ. വേറൊന്നുമല്ല, അതിലുള്ളൊരു വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. കുറെ നാൾ കഴിഞ്ഞിട്ട് പറയുമ്പോൾ എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല ഇന്ന് പറയുന്നു എന്നൊരു ചോദ്യം എന്തായാലും പേടിക്കേണ്ട കാര്യമില്ല. വേടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല നമ്മൾ ഉറപ്പിച്ച് പറയുന്നത്. ഇല്ല, ഒരിക്കലും അങ്ങനെയല്ല. അങ്ങനെ പറയുന്നതിലൂടെ കുറച്ചുകൂടെ ആ ഒരു സംഭവത്തിന് നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് കുറച്ചുകൂടെ ആധികാരികത തീർച്ചയായിട്ടും കിട്ടും. ഇപ്പൊ വേടൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള തക്കതായിട്ട് അതാണ് നേരത്തെ പറഞ്ഞത്. ഇപ്പൊ അതുല്ല, നമ്മളിപ്പോ അതാണ് നേരത്തെ പറഞ്ഞത്. അത് പുള്ളി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുള്ളിക്ക് ഫ്രെയിമിൽ നിൽക്കാമായിരുന്നു, ഒളിച്ചോടേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ രണ്ടുപേരുടെയും ഭാഗത്ത് നോക്കുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ. അപ്പോൾ ഇത് സമൂഹത്തിന് വീണ്ടും ഞങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾ അങ്ങനെ ശരിയാകണം അങ്ങനെ ഒന്നും അല്ല പറയുന്നത്. ചിന്തിക്കാം, നിങ്ങൾക്കും ഇത് സാധാരണക്കാരായ നിങ്ങൾക്കും ചിന്തിക്കാം ഇല്ലേ?
ഇത് നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിയാണ്. രണ്ടുപേരുടെയും ആ ഒരു ഇത് പിന്നെ നമ്മൾ അതിനെക്കുറിച്ചൊരു ചർച്ചയ്ക്കും ഒരു സംസാരത്തിനും ഒക്കെ ഇത് കൊണ്ടുവരുമ്പോൾ ഇത് വളർന്നു വരുന്ന കുട്ടികളും ഇത് കാണുകയാണ്. അപ്പോൾ അവർക്കും ഇതിനോടൊരു ഇത് എങ്ങനെ എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടാക്കാം, എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുവരാം. അപ്പോൾ അത് ആ കുട്ടികൾക്കും അങ്ങനത്തെ ഒരു എന്താ പറയുക ടെൻഡൻസി, അങ്ങനത്തെ ഒരു ചിന്താഗതി വളർന്നു വരാനായിട്ട് ഇത്തരം ഈ ഒരു ഇത് ഉണ്ടാകും. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ വരും തലമുറയ്ക്ക് അങ്ങനത്തെ ഒരു ചിന്തകളൊന്നും ഉണ്ടാവാതെ നല്ല രീതിയിൽ ചിന്തിക്കട്ടെ, പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. ഒരിക്കലും സ്ത്രീ മോശമെന്നോ പുരുഷൻ നല്ലതെന്നോ അല്ലെങ്കിൽ പുരുഷൻ മോശമാണ് സ്ത്രീ നല്ലതെന്നോ ഞങ്ങൾ പറയുന്നില്ല. രണ്ടുപേരും ഒരു തെറ്റ് വരുമ്പോൾ തുല്യരാണ് അല്ലേ? അപ്പോൾ എന്തായാലും വേടന്റെ കേസ് കോടതിയിലിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ മറ്റൊന്നിനും നമുക്ക് അവകാശമില്ല. ഇത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിൽ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ളത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. വരും ദിവസങ്ങളിൽ അതെ, അറിയാൻ പറ്റും ഇതിലെന്താണ് എന്നുള്ളത്. അതെ, ആരുടെ ഭാഗത്താണ് തെറ്റ്, യുവ ഡോക്ടർ വെളിപ്പെടുത്തിയത് സത്യങ്ങളെല്ലാം ശരിയാണോ? അതെ, നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ തന്നെ കേൾക്കാം എന്താണെന്നുള്ളത്. എന്തായാലും എല്ലാം നല്ലതായിട്ട് തന്നെ അല്ലേ, എല്ലാം ശരിയായ വാർത്തകളിലൂടെ എല്ലാം നല്ലതാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും വേടന്റെ കേസിലെയും തനി നിറം പുറത്തു വരട്ടെ നമ്മൾ നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും.